സീതാറാം യെച്ചൂരിയുടെ ഓർമ്മകൾ പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം. നിങ്ങൾ ഒരുമിച്ച് ഈ അന്തർദേശീയ ചുമതലകളുള്ള ഒരു പാർട്ടി നേതാക്കന്മാർ തന്നെയായിരുന്നു പോളിറ്റ് ബ്യൂറോയുടെ. ആ സമയത്തുണ്ടായിരുന്ന കാര്യം നമ്മൾ പറഞ്ഞു കേട്ടുള്ള ഫിഡൽ കാസ്ട്രോ ചുരുട്ടുകൊടുത്തതുവരെ ഉള്ളൊരു കഥയുണ്ട്. അതൊന്ന് ഓർത്തെടുക്കാവോ? സീതാറാം ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് മുഖ്യ ചുമതലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ജ്യോതിബാസുവും സീതാറാമും ക്യൂബ സന്ദർശിക്കുന്നത്. അപ്പം അന്ന് ഞാൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇത് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയതും പിന്നെ ഞാൻ ക്യൂബയിൽ പോയപ്പോൾ അവിടുത്തെ സഹാക്കൾ പലതും സൗഹൃദമുള്ള സഹാക്കൾ പലതും വിവരിക്കുന്ന കൂട്ടത്തിൽ മനസ്സിലാക്കിയതുമാണ്. ജ്യോതിബാസുവിന് വളരെ വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള വരവേൽപ്പാണ് ക്യൂബയിൽ നൽകിയത്. അപ്പോൾ ഫിഡൽ പറഞ്ഞു, ഞാനിങ്ങനെ ക്യൂബയിലെ ഭരണാധികാരിയാന്നൊക്കെയുള്ള നിലയിൽ അംഗീകാരമെല്ലാം ഉണ്ട്, പക്ഷേ യു ആർ 7 times ബിഗർ ദാൻ അസ്. അത് പശ്ചിമ ബംഗാളിൻ്റെ ജനസംഖ്യ അത് പിന്നെ ക്യൂബയുടെ ജനസംഖ്യയായിട്ട് താരതമ്യപ്പെടും. 1,10,00,000 ക്യൂബയുടെ ജനസംഖ്യ. അപ്പോൾ ബംഗാളിൻ്റെതപ്പോൾ 7 കോടി ചുല്ലുവാനോ മറ്റുമാണ്. പുള്ളിക്കിന് ഫെഡറൽ ഒരുപാട് ഹോംവർക്കുകൾ ചെയ്യും. അപ്പം അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ ജ്യോതിബാസുവിൻ്റെ പ്രാധാന്യം. അപ്പോൾ അവർ ഒരുപാട് സമയം പിന്നെ ജ്യോതിബാസുവായിട്ട് ഫിഡൽ കാസ്ട്രോ സംസാരിക്കുമ്പോൾ ജ്യോതിബാസുവിൻ്റെ സഹായിയായി പിന്നെ പ്രായമായ ആളാണല്ലോ, അങ്ങനെയാണ് ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സീതാറാമിനെ കൂടെ അയച്ചത്. അപ്പോൾ സീതാറാം എപ്പോഴും ഈ പുകവലിക്കും. അപ്പോൾ ഇടയ്ക്ക് പിന്നെ സീതാറാം അപ്പുറത്തെ മുറിയിലേക്ക് പോകും. അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചപ്പം ഇവിടെ നിന്ന് പുകവലിക്കുന്നത് ശരിയല്ലല്ലോ ഫിഡലിൻ്റെയും. അപ്പം അത് എല്ലാം സൂക്ഷ്മമായിട്ട് ഈ നിരീക്ഷിക്കുന്നൊരു സ്വഭാവമാണ് ഫിഡലിനുള്ളത്. അപ്പം അവരുടെ സംഭാഷണവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതോടുകൂടി ഫിഡലുമായിട്ടുള്ള അവരുടെ പരിപാടി അവസാനിച്ചു എന്നുള്ളതാണ്. പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഇവർ തിരിച്ചു പോരുന്നത്. അപ്പം അതിനിടയ്ക്ക് ക്യൂബയിൽ അതീവ മനോഹരമായിട്ടുള്ളൊരു ബീച്ചുണ്ട്, വരജേരോ ബീച്ച് എന്ന് പറയും. ഹവാനയിൽ നിന്നൊരു 1 മണിക്കൂറിൽ ചെല്ലുവാനെ യാത്ര ചെയ്താലാണ്, ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നീന്താനുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് പിന്നെ ജ്യോതിബാസു സീതാറാമും അവിടെ നിൽക്കുന്നതിൻ്റെ ഫോട്ടോ അന്ന് എനിക്ക് സീതാറാം കാണിച്ചു തരികയുണ്ടായി. അപ്പോൾ ഒരു ചെറുപ്പക്കാരനെ പോലെ ജ്യോതിബാസു ഇരിക്കുന്ന ചിത്രം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ മടങ്ങുന്നത്. അപ്പം ക്യൂബയിലെ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളാണ് ഇവരെ സി ഓഫ് ചെയ്യുക, അതാണ് സാധാരണ സമ്പ്രദായം. പക്ഷേ അവർ പറഞ്ഞ യു പ്ലീസ് കുറച്ച് സമയം കൊണ്ട് വെയിറ്റ് ചെയ്യൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ പെട്ടെന്ന് ടെർമിനലിലേക്ക് എയർപോർട്ടിലേക്ക് ഫിഡൽ കാസ്ട്രോ എത്തുകയാണ്. ഫിഡൽ കാസ്ട്രോ എത്തിയിട്ട് നിങ്ങളെനിക്ക് പിന്നെ ഇവിടെ വന്ന് യാത്രയ്ക്കായിരിക്കാൻ കഴിയില്ല, മാത്രമല്ല നിങ്ങളുടെ യുവാവായിട്ടുള്ള നിങ്ങളുടെ കൂടെയുള്ള ആൾ വലിയ പുകവലിക്കാരനാണെന്ന് ഞാൻ കണ്ടു, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സിഗാർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് സിഗാർ അവിടെ വെച്ച് സീതാറാമിനെ ഏൽപ്പിച്ചു. അതിൻ്റെ ഒരു ഫോട്ടോയും ഉണ്ട്, അതിപ്പം ലൊക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനകത്ത് ജ്യോതിബാസുവും ഫിഡലും സീതാറാമിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗവും ഇവിടെ ഉള്ളൊരു ഫോട്ടോ ആണ്. അവരിത് ഇങ്ങനെയുള്ള പലതും എംബസി വഴി പിന്നീട് അയച്ചു തരും. വളരെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കാണാനുള്ള അവസരം സീതാറാമിനുണ്ടായിട്ടുണ്ട്. ഒന്ന് ഡെങ് ഷിയാവോപിങ്, മാവോയ്ക്ക് ശേഷം ചൈനയുടെ ആധുനീകരണത്തിനെല്ലാം നേതൃത്വം കൊടുത്തത് ഡെങ് ഷിയാവോപിങ് ആണ്, മുതിർന്ന നേതാവ്.